ചേട്ടത്തിക്ക് ഇഷ്ടപ്പെട്ട ഗായകൻ ഏതെന്ന് ചോദിച്ചാൽ ചിലർ യേശുദാസ് എന്ന് പറയും, മറ്റു ചിലർ ജയചന്ദ്രൻ എന്ന് പറയും. എന്നാൽ ഇതേ ചോദ്യം തന്നെ ചോദിക്കാൻ പോയ ഒരാളുടെ അവസ്ഥ എന്തായെന്ന് നോക്കൂ. ഈ കൊള്ളാവുന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത് മിമിക്രി താരങ്ങളായ KS പ്രസാദും ജോണി. ഹലോ ഹലോ ചേട്ടാ, നമസ്കാരം. ഒന്ന് വന്നേ. നമസ്കാരമുണ്ട്. ഞാനേ മലയാള ദർശൻ TV ചാനലിൽ നിന്ന് വരികയാണ്. ആലുക്കാസ് ഇഷ്ടഗാനങ്ങൾ എന്നൊരു പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. കാണാറുണ്ടോ? കൊള്ളാവുന്ന പരിപാടികളൊക്കെ കാണാറുണ്ട്. അതെല്ലേ. ചേട്ടാ സിനിമയെ കാണാറുണ്ടോ? കൊള്ളാവുന്ന സിനിമകളൊക്കെ കാണാറുണ്ട്. പിന്നെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതം കൊള്ളാവുന്ന രീതിയിലൊക്കെ പോണല്ലേ. പിന്നെ സിനിമയെ കാണുന്ന ആളാണല്ലോ. കൊള്ളാവുന്ന സിനിമയൊക്കെ കാണും. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടന്റെ പേര് പറയൂ. സിനിമാ നടന്റെ പേര് പറഞ്ഞ അല്ല, അപ്പൊ ആ നടൻ പാടി അഭിനയിച്ച ഗാനം ഞങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് ടിവിയിൽ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മലയാളത്തിൽ ഉള്ളവർ ഇപ്പൊ എല്ലാവരും കൊള്ളാവുന്ന നടന്മാര് തന്നെ. ഇഷ്ടപ്പെട്ട ഒരു നടന്റെ പേര് പറയും. ഇഷ്ടപ്പെട്ട ഒരു നടന്റെ പേര് ചോദിച്ചാൽ ഇപ്പൊ അതിനകത്ത് പറയാവുന്ന കൊള്ളാവുന്ന ഒരു നടൻ ആരെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി കൊള്ളാം, മോഹൻലാൽ കൊള്ളാം, സുരേഷ് ഗോപി കൊള്ളാം, ജയറാം കൊള്ളാം, മനോജ് കെ ജയൻ കൊള്ളാം, നമ്മുടെ ദിലീപ് കൊള്ളാം, പിന്നെ ആശയടന്മാരായിട്ടുള്ളവരുണ്ട്, സഭാനടന്മാര് തിലകം കൊള്ളാം, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കൊള്ളാം, കൊള്ളാം, ബാബൻ കുഞ്ചാക്കോ കൊള്ളാം. എല്ലാവരും കൊള്ളാവുന്ന നടന്മാര്. കൊള്ളാവുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല. ജഗദീഷ് കൊള്ളാം, ഇന്നസെന്റ് കൊള്ളാം. സമ്മതിച്ചു. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു നടിയുടെ പേര് പറയൂ. ഇഷ്ടപ്പെട്ട ഒരു നടിയുടെ പേര് പറയൂ. പേര് പറഞ്ഞ ആ നടി പാടി അഭിനയിച്ച ഗാനം ചേട്ടന് വേണ്ടിട്ട് ഞങ്ങൾ അവതരിപ്പിക്കും. മലയാളത്തിൽ ഇപ്പൊ എല്ലാവരും കൊള്ളാവുന്ന നടികൾ തന്നെ. എങ്കിലും കൊള്ളാവുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരു നടി ആരെന്ന് ചോദിച്ചാൽ ഇപ്പൊ മഞ്ജു വാര്യർ കൊള്ളാം, അതുപോലെ തന്നെ വാണി വിശ്വനാഥ് കൊള്ളാം, പിന്നെ പ്രവീണ പാടി അഭിനയിച്ച ഒരു ഗാനം കൊള്ളാം, അതുപോലെ തന്നെ കാവേരി പാടി അഭിനയിച്ച ഒരു ഗാനം, കൽപ്പന കൊള്ളാം, അതുപോലെ ഉർവശി പാടി അഭിനയിച്ച ഒരു ഗാനം, ഫിലോമിന കൊള്ളാം, അതുപോലെ തന്നെ മാധവി പാടി അഭിനയിച്ച ഒരു ഗാനം, രേവതി കൊള്ളാം, രേവതി നന്നായിട്ട് അഭിനയിക്കാവുന്ന നടി, രേവതി പാടി അഭിനയിച്ച ഒരു ഗാനം, സംഗീത കൊള്ളാം. അതുപോലെ മിക്കവാറും നടികളൊക്കെ കൊള്ളാവുന്നവർ തന്നെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാകും. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഗായകന്റെ പേര് പറയൂ. ഒരു ഗായകന്റെ പേര് മലയാളത്തിൽ ഇപ്പൊ കൊള്ളാവുന്ന ഒരു ഗായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യേശുദാസ് തന്നെ. യേശുദാസ് പാടിയ ഒരു ഗാനം ഈ ചേട്ടന്. ജയന്ദ്രനും കൊള്ളാം, ഉണ്ണിമേനോനും കൊള്ളാം. ഉണ്ണിമേനോൻ പാടിയ ഒരു ഗാനം, അതുപോലെ കെസ്റ്ററും കൊള്ളാം, അതുപോലെ തന്നെ ബിജു നാരായണനും കൊള്ളാം. ബിജു നാരായണൻ പാടിയ ഒരു ഗാനം ഈ ചേട്ടന് വേണ്ടി ഞങ്ങൾ മധു ബാലകൃഷ്ണനും കൊള്ളാം, എസ് ജാനകിയും കൊള്ളാം. എസ് ജാനകി പാടിയ ഒരു ഗാനം ചേട്ടന് വേണ്ടി ഞങ്ങൾ കൊള്ളാം. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട സുജാതയൊക്കെ കൊള്ളാം. സുജാത പാടിയ ഒരു ഗാനം ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച്. പി സുശീലയും കൊള്ളാം. എന്തിരുന്നാ ഗായകന്മാരുടെ പേര് ചോദിക്കുമ്പോൾ ചവിട്ടത്തിൽ തല്ലിയതിന് ഈ അടി എങ്ങനെയുണ്ട്? അതും കൊള്ളാം. അത് തനിക്ക് ആദ്യം തരണ്ടായിരുന്നു. ഈ ചേട്ടന് വേണ്ടി കൊള്ളാവുന്ന ഒരു പാട്ട് വേണം ഇടാൻ. കേട്ടാ പോരാവുന്നു. ഉണരൂ എന്ന ഗാനം രാജലക്ഷ്മി ജയറാമും കൊള്ളാം. പോരാവുന്നു.